കടന്ന് 9 ആത്മീയ ഘട്ടങ്ങളിലൂടെ ആത്മാവ് യാത്ര ചെയ്യുന്നു. ഇതിൽ ആദ്യത്തേത് ശ്രദ്ധ. ഭഗവാനോടും ഭക്തിയോടും ഒരു ചെറിയ വിശ്വാസം ഹൃദയത്തിൽ ഉദിക്കുന്നു. ആത്മീയ ജീവിതത്തിലേക്കുള്ള ആദ്യപടി ഇതാണ്. രണ്ടാമത്തേത് സാധുസംഘം. ഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ കഴിയുമ്പോൾ ആത്മീയ ജീവിതത്തിന്റെ യഥാർത്ഥ പാത മനസ്സിലാക്കാൻ തുടങ്ങുന്നു. മൂന്നാമത്തേത് ഭജനക്രിയ. ഹരിനാമജപം, കീർത്തനം, ഭഗവത് സേവനം തുടങ്ങിയവ സ്ഥിരമായി ചെയ്യാൻ ആരംഭിക്കുന്നു. നാലാമത്തേത് അനർത്ഥ നിർവൃത്തി. നമ്മുടെ ഹൃദയത്തിലെ മോശം ശീലങ്ങൾ, അഹങ്കാരം, ഭൗതികമായ ആസക്തികളെല്ലാം പതുക്കെ പതുക്കെ മാറി തുടങ്ങുന്നു. അഞ്ചാമത്തേത് നിഷ്ഠ. ഭക്തിയിൽ ഉറച്ച സ്ഥിരത. ഈ അവസ്ഥയിലെത്തുമ്പോൾ ഭക്തിയെ തടസ്സങ്ങൾ എളുപ്പത്തിൽ ബാധിക്കില്ല. ആറാമത്തേത് രുചി. ഭഗവാന്റെ നാമത്തിലും ഭക്തിയുടെ സേവനത്തിലും യഥാർത്ഥ സന്തോഷവും രുചിയും അനുഭവപ്പെടുന്നു. ഏഴാമത്തേത് ആസക്തി. ഭഗവാനോടുള്ള ആഴത്തിലുള്ള ആത്മബന്ധം. ഈ അവസ്ഥയിൽ ഒരു ഭക്തൻ ഭക്തിയെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു. ഭക്തന്റെ മനസ്സ് സ്വാഭാവികമായും ഭഗവാനെ ഓർക്കുന്നു. എട്ടാമത്തേത് ഭാവം. ഇത് ശുദ്ധഭക്തിയുടെ ആദ്യപടിയാണ്. ഇതിനെ ശുദ്ധഭക്തിയുടെ ആദ്യ കിരണമെന്ന് വിശേഷിപ്പിക്കുന്നു. ഹൃദയം വളരെ മൃദുവാകുന്നു. ഭഗവാനോടുള്ള ദൈവിക വികാരങ്ങളും ഉദിക്കുന്നു. ഏറ്റവും അവസാനത്തേത് പ്രേമം. ഇത് ഭഗവാനോടുള്ള പരിശുദ്ധവും നിർമ്മലവുമായ ദൈവിക പ്രേമമാണ്. ഭക്തിയുടെ പരമാവസ്ഥയാണിത്. ആത്മാവ് പൂർണ്ണമായി ഭഗവാനോട് സമർപ്പിക്കപ്പെട്ട ആ അവസ്ഥ. ഇതാണ് ഭക്തിയുടെ യാത്ര. ഒരു ചെറിയ വിശ്വാസത്തിൽ ആരംഭിച്ച് ഭഗവാനോടുള്ള ശുദ്ധ പ്രേമത്തിൽ പൂർത്തിയാക്കുന്ന ആത്മീയ പാത. ഹരേ കൃഷ്ണ.